ഹലോ നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനിൽ നായർ. ഞാൻ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ഡയറക്ടർ ഇൻ്റർവെൻഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിനെ പറ്റി അറിയായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലർ വന്നിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷനാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാവരും ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ സ്റ്റാഫുകളാണ്. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് പെർഫോമിംഗ് ആർട്സിൽ, പ്രത്യേകിച്ചും സംഗീതം, വാദ്യ ഉപകരണങ്ങൾ, മാജിക്, ഡാൻസ്, മറ്റ് ഫൈൻ ആർട്സുകളിലൊക്കെ കഴിവുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ട്രെയിനിങ് കൊടുത്ത് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. റീമ, നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ സൈക്കോളജിസ്റ്റ്, ഒന്ന് റീമയുടെ പ്രവർത്തനവും ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? സർ, നമുക്കിവിടെ പ്രിസം ഇൻ്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ട്രാൻസ് ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനിഷ്യലി നമ്മൾ രജിസ്റ്റർ ചെയ്ത് വരുന്ന കുട്ടികളെ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ബേസിൽ അസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിഷ്യലി നമ്മൾ ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, നമുക്കിപ്പോൾ 5-6 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. സൈക്കോളജി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് ഓഡിയോളജി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഡെൻ്റലിൻ്റെ ഒരു ഫെസിലിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അവരവരുടെ ടൂൾ യൂസ് ചെയ്ത് കുട്ടിയുടെ ഒരു ഇനിഷ്യൽ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ നടത്തി ഇതിൻ്റെ ബേസിൽ അവർക്കൊരു ടൈലേർഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഇൻഡിവിജ്വലൈസ്ഡ് കെയർ ആൻഡ് കരിയർ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവർക്ക് തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നത്. ശാന്തി ഇവിടുത്തെ റിസർച്ച് വിങ്ങിൻ്റെ ആളാണല്ലോ. നമ്മുടെ പ്രവർത്തനത്തിനെ വിലയിരുത്താൻ വേണ്ടി ഐക്കോൺസും CDCയും ഒരു പഠനം നടത്തിയിരുന്നല്ലോ. അപ്പം അതിനകത്ത് എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? മെയിനായിട്ട് നമ്മുടെ കുട്ടികളിൽ ആർട്സിലായിരുന്നു ട്രെയിനിങ് കൊടുത്തു വന്നത്. അതിലൂടെ ഐക്കോൺസിൻ്റെയും CDCൻ്റെയും റിപ്പോർട്ട് പറയുന്നത് കുട്ടികളുടെ സോഷ്യലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, ADLs അതിൽ ഒരു നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായതായിട്ടാണ് കാണുന്നത്. പിന്നെ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്? സോഷ്യൽ സ്കിൽസിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ സ്കിൽസിൽ മാറ്റം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസിലും മാറ്റം നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് കുട്ടികളിൽ. ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻ, അതേ കണക്ക് ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കാണുന്നുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിയിൽ എങ്ങനെയാണ് നമ്മളിത് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ഒരു ടോട്ടലായിട്ടുള്ള ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി കൊണ്ട് അവരുടെ ഫങ്ഷണൽ എബിലിറ്റീസ് അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫങ്ഷണൽ എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അവർ നടക്കുന്നതാകാം, ഇല്ലെങ്കിൽ എഴുതുന്നതാകാം, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നതാകാം. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ എബിലിറ്റീസിന് ഒരു അഫക്റ്റ് ആകുന്ന സമയത്തിന് നമ്മൾ ആ ഒരു ഫങ്ഷണൽ എബിലിറ്റീസിനെ മാക്സിമൈസ് ചെയ്ത് അവരെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിൽ ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗോപിനാഥ് സാർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് ഇവരെ എല്ലാം സമൂഹത്തിൽ നമ്മൾ ശരിക്കും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയും അവിടെ അവർ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ഫിസിയോതെറാപ്പിയുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ സൈക്കോളജിയുടെ റോൾ എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അഥവാ ADLസിനേക്കാളും നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഇൻസ്ട്രുമെൻ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അഥവാ IADLസിലാണ്. IADLs എന്ന് പറയുമ്പോൾ കുട്ടി എങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം, എങ്ങനെ ഒരു ടെലിഫോൺ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അവർ ഒരു ഹൗസ് ഹോൾഡ് കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലും ട്രെയിനിങ് കൊടുത്തു വരുന്നത്. അതിപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് നമ്മൾ ഒരു ടീം, സൈക്കോളജി, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, നമ്മളെല്ലാവരും കൂടെ ഉള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. മാഡം ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് ആണല്ലോ. മാഡത്തിൻ്റെ റോൾ എന്താണ് ഇവിടെ? ഒരു ലിംഗ്വിസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പല തലങ്ങളിൽ പല പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളുണ്ട്, ഓട്ടിസം ഉള്ള കുട്ടികളുണ്ട്, ഡൗൺ സിൻഡ്രോം കുട്ടികളുണ്ട്, ഈ പല ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ലാംഗ്വേജ് പെർഫോമൻസിനകത്ത് പല തരത്തിലുള്ള ഡെഫിസിറ്റുകൾ, കുറവുകളുണ്ടാവും.
ആ കുറവുകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക, അവരുടെ ആണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ്ലി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ റീഡിങ് റൈറ്റിങ്ങിലേക്ക് കൊണ്ടുവരും. ബേസിക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് അവർക്ക് ബോർഡ് വായിക്കുക, അവർക്ക് അത്യാവശ്യം ഫങ്ഷണൽ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ സ്കിൽസിലാണ്. സോഷ്യൽ സ്കിൽസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജും അതുപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനും. അപ്പം ഇതിനകത്ത് നാസിം ആസ് ഒരു സ്പീച്ച് പത്തോളജിസ്റ്റ് എന്ന രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം മാഡം പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, അതുപോലെ തന്നെ ലാംഗ്വേജ് ഡിസോർഡർ, വോയിസ് ഡിസോർഡർ അല്ലെങ്കിൽ സ്വോളിങ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഈ സ്പീച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള ട്രീറ്റ്മെൻറ്റും ഡയഗ്നോസും എല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ഇവിടെ ഞാൻ ഇപ്പം ചെയ്യുന്നത് റെയിൽസ് ആണ്, എന്ന് വെച്ചാൽ റിസപ്റ്റീവ് എക്സ്പ്രസീവ് എമർജൻറ്റ് ലാംഗ്വേജ് സ്കിൽ. എന്നുവെച്ചാൽ കുട്ടി ഏജ് അഡിക്കേറ്റ് ആയിട്ട് എന്തുമാത്രം ആ കുട്ടിക്ക് ലാംഗ്വേജ് ഡിലേ ഉണ്ടോ, അതോ കുട്ടി എന്തുമാത്രം മനസ്സിലാക്കുന്നു, അതുപോലെ തിരിച്ച് കുട്ടി എന്തുമാത്രം പറയുന്നുണ്ടോ എന്ന് നമുക്ക് അതിലൂടെ ആ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റീൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാറ്റ് എന്ന് പറഞ്ഞൊരു വേറെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ആർട്ടിക്കുലേഷൻ ടെസ്റ്റ്. എന്നുവെച്ചാൽ ഈ ആർട്ടിക്കുലേറ്ററി എറേഴ്സ്, എന്നുവെച്ചാൽ അക്ഷര തെറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കായിന് പകരം ഗ അങ്ങനെയൊക്കെ വെക്കുന്ന അത് നോർമലാണ്, കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ നോർമൽ അവസ്ഥയിൽ വരാറുണ്ട്. എന്നാലും നമ്മൾ ഈ മാറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ കൊച്ചിലെ അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നമ്മൾ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ വളരുമ്പോൾ അത് അങ്ങ് ക്ലിയർ ചെയ്ത് റെഡിയാവും. ഇതിനകത്ത് ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു വർഷം നമ്മൾ ഏകദേശം 20 കുട്ടികൾക്ക് ടൂൺസ് അക്കാഡമിയുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഈ പറയുന്ന അസസ്മെൻറ്റ് വഴി അസസ് ചെയ്ത് എടുത്ത കഴിവുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 20 പേർക്ക് ടൂൺസ് അക്കാഡമി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്ങും പിന്നെ അതുപോലെ എഡിറ്റിങ്ങിലുമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈയിടെ അപ്പ് കഫേ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ തുടങ്ങി, അതൊന്ന് വിവരിക്കാമോ? അപ്പ് കഫേയിൽ നമ്മൾ കൂടുതലായിട്ടും ട്രെയിനിങ് കൊടുത്തു വരുന്നത് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്കാണ്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കൂടുതലായിട്ടും അവർക്ക് ഡ്യൂട്ടീസ് കൊടുത്തിരിക്കുന്നത് സെർവിങ്ങും അതുപോലെ തന്നെ ബില്ലിംഗ് സെഷനുമാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വന്നേക്കുന്നത് മുതുകാട് സാറ് ജപ്പാനിലിടയിൽ അവിടെ അതിൻ്റെ ഒരു ഓർഡർ എടുക്കുന്ന മുതൽ പ്രിപ്പറേഷൻ മുതൽ ബില്ലിംഗ് വരെ അവിടുത്തെ കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ട് സാർ ഇവിടെ നമ്മളോട് അത് ഡിസ്കസ് ചെയ്യുകയും പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോഷ്യലി വളരെ ഹൈ ഫങ്ഷനിങ് ആണ്, അവരെല്ലാവരോടും പ്ലസൻ്റ് ആയിട്ട് പെരുമാറുന്ന കുട്ടികളാണ്. അവരുടെ കമ്മ്യൂണിക്കേഷനകത്ത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് ചെറിയ മിസ്ആർട്ടിക്കുലേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ ഇമിറ്റേഷന് വളരെ ഹൈ ഫങ്ഷനിങ് ആണ്. അപ്പോൾ അവരെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് വളരെ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ DSCയിൽ എന്താ നടക്കുന്നുള്ളത്. ഇവിടുത്തെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു പ്രയത്നം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഠിനമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മ്യൂസിക്കിലെ പാട്ട് പാടുന്ന കുട്ടികൾ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന കുട്ടികൾ, അത് നിങ്ങൾ കാണേണ്ടതാണ്. നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഒരു പ്രാവശ്യം ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി കീബോർഡിൽ വായിക്കാൻ കഴിവുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ ഇന്നുണ്ട്. ഡാൻസ് കളിക്കുന്ന കുട്ടികൾ. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മ്യൂസിക് MA കഴിഞ്ഞ ടീച്ചേഴ്സാണ് മ്യൂസിക് ട്രെയിനിങ് കൊടുത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുത്തിയും അല്ലാണ്ട് ഇൻഡിവിജ്വലിയും കുട്ടികൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തു വരികയാണ്. അതേപോലെ തന്നെ ഓരോ ഏരിയാസിലും അതിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ഡാൻസിനാണെങ്കിലും ഇൻസ്ട്രുമെൻസിനാണെങ്കിലും അതിൻ്റെ ഡിപ്ലോമയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിഫൈഡ് കോഴ്സസ് കഴിഞ്ഞവരാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതുപോലെ മാജിക്കിലൊക്കെ പെർഫോമൻസ് നമ്മൾ കണ്ട പ്രൊഫഷണൽസ് മാറി നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് നമ്മുടെ കുട്ടികൾ കാണിക്കുക. പ്രത്യേകിച്ചും ആതിരയും അപർണയും വളരെ മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലെല്ലാം ഈ പറയുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും അധ്വാനവും അതിനകത്തുണ്ട്. നമുക്ക് തെറാപ്പി യൂണിറ്റിൽ വളരെ റെയറായിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ വെർച്വൽ റിയാലിറ്റി. കാരണം അതിനകത്ത് നമ്മൾ ഒരുപാട് ADL ട്രെയിനിങ് നടത്തുന്നുണ്ട്, നമ്മളത് പറഞ്ഞിട്ടില്ല. ഇല്ല സർ, ഫസ്റ്റ് ഞാൻ വെർച്വൽ റിയാലിറ്റി അങ്ങനെ ഒരു ഫെസിലിറ്റിയും അഫ്കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ഏറ്റവും നൂതനമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫുള്ളസ്റ്റ് വേർഷൻ നമുക്ക് അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒത്തിരി ഇമേഴ്സീവ് ആയിട്ടുള്ള ഒത്തിരി
തീംസ് അതിനുള്ളിൽ തന്നെയുണ്ട്. നമുക്ക് അതിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരു 360 ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട സിറ്റുവേഷൻസ് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ കൊടുക്കേണ്ട കുട്ടിക്ക് ഗോൾ ബേസ്ഡ് ആയിട്ട് എന്താണോ വേണ്ടത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ പറയുക, ഒരു റിയൽ ലൈഫിൽ നടക്കുന്ന പോലുള്ള എക്സ്പീരിയൻസും എക്സ്പോഷറും അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിക്കുന്നതിന് പകരം നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് അവരെ ടൈം ബൗണ്ട് ഏറ്റവും കുറച്ചുകൊണ്ട് അവരെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മേരിക്കുട്ടി മാമിനോടാണ് ചോദിക്കാനുള്ളത്. കാരണം നേരത്തെ ഭാഷയുടെ തലങ്ങളൊക്കെ മാം പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക ഡയഗ്നോസിസിൻ്റെ ബേസിൽ ഇവർ ഭാഷ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ മാം? ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ മിസ്ആർട്ടിക്കുലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മിസ്ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ശബ്ദം വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ മിസ്ആർട്ടിക്കുലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കും. കാരണങ്ങൾ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടങ് ടൈ ഉള്ള കുട്ടികൾക്ക് നാവ് പുറകോട്ട് വളച്ച് സംസാരിക്കേണ്ട ഇപ്പോൾ ട ഷ ണ ഈ ശബ്ദങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ച പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അത് പാലറ്റൽ സൗണ്ടാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം മിസ്ആർട്ടിക്കുലേഷൻ ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളിൽ കാണുന്നത് വൊക്കാബുലറി ഡെഫിസിറ്റാണ്. വൊക്കാബുലറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള വാക്കുകൾ കിട്ടാതെ വരും. അപ്പോൾ അവരുടെ ഐഡിയാസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ഡിഫിക്കൽട്ടി വരും. അപ്പോൾ അതിന് ശേഷം വരുന്നത് അതിൻ്റെ ഗ്രാമറിനകത്താണ് വരുന്നത്. ഗ്രാമർ ഏതെല്ലാം ഗ്രാമർ അത് സബ്ജക്റ്റിനോട് കൂടി വരേണ്ടതും വെർബിനോട് കൂടി വരുന്നത്, ഇപ്പോൾ ടെൻസ് കാലങ്ങൾ കാണിക്കാം, വന്നു, വരും, വരുന്നു, ഇതെല്ലാം അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോനൗൺസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ, എനിക്ക്, എന്നോട്, ഇതൊക്കെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഈ കുട്ടികളിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓട്ടിസം കുട്ടികൾക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഈ ഗ്രാമറിനകത്തും വൊക്കാബുലറിക്കകത്തും അവരുടെ ഓറൽ ക്യാവിറ്റിയുടെ മാൽഫോർമേഷൻ കാരണത്താലും മിസ്ആർട്ടിക്കുലേഷനും എല്ലാം അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വലി ഡെഫിസിറ്റുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരു പഠിത്തത്തിലൊരു സ്റ്റാഗ്നേഷൻ വരും. ലാംഗ്വേജ് അക്വിസിഷനിൽ തന്നെ ഒരു സ്റ്റാഗ്നേഷൻ വരുമ്പോൾ അവർക്ക് വൊക്കാബുലറി എല്ലാം കുറവാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ, പലതരത്തിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ ഈ കുട്ടികൾക്ക് ടെസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, ലിംഗ്വിസ്റ്റിക് പ്രൊഫൈൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഡെഫിസിറ്റ് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവർ അമ്മമാരോട് അത് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് അവരെ നാച്ചുറൽ നോർമൽ കമ്മ്യൂണിക്കേഷനിൽ അത് ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്തിട്ട് നമ്മൾ ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഇവിടെ ഒത്തിരി ഫെസിലിറ്റി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഉണ്ട്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ സബ്ലിമേഷൻ യൂണിറ്റ് കുട്ടികളുടെ ഒരു വൊക്കേഷണൽ ഇതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, വർക്ക് റിലേറ്റഡ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ GRE ഒരു ട്രെയിനിങ്ങിലേക്ക് വേണ്ടിയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ളത്. അതായത് ഗസ്റ്റ് റിലേഷൻ മാനേജ്മെൻറ്റ്, എബോവ് 18 ഉള്ള കുട്ടികളെ നമ്മൾ വളരെ ഏജ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ജോലിക്കുള്ള പ്രായം ഉറപ്പ് വരുത്തിയിട്ട് തന്നെ അവരുടെ ഗസ്റ്റ് റിലേഷൻ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കൂടാണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്നൊരു പ്രോജക്റ്റ് മെഹന്തി. അപ്പോൾ അതിനും നമുക്കറിയാം നമ്മുടെ ഒരു കോസ്മെറ്റിക് ഏരിയ, ഒരു ബ്യൂട്ടി ഏരിയയിലൊക്കെ ഒത്തിരി എക്സ്പെൻസീവായിട്ടും നല്ലൊരു എന്താ പറയുക കൈത്തൊഴിലായിട്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അത്യാവശ്യം സ്കിൽഡായിട്ട് വരയ്ക്കാനൊക്കെ പറ്റുന്ന കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഇവരുടെ അമ്മമാരുടെ ഒരു ഏരിയയും നമുക്ക്. ഈയിടെ മാഡം സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലായി. മാഡം കവിത പഠിപ്പിച്ച കുറേ കുട്ടികളുടെ കുറേ റീൽസ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ കവിതാ പാരായണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും വളരെ നല്ല കമൻസ് അയച്ചിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. റീമ, അതിനകത്ത് നമ്മളൊരു ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആ ഷെഡ്യൂളിലൊന്ന് ഈ കുട്ടികളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത്. സർ, നമുക്ക് എല്ലാ സൈഡിലേക്കും ഒരു 3 പോയിന്റിലേക്ക് നമ്മുടെ ബസ് സർവീസ് ഇവിടെ നിന്നുണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ കുട്ടികളും പ്ലസ് അമ്മമാരും ഇവിടേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ 9:30 ഷാർപ്പ് നമ്മുടെ രാവിലത്തെ സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അത്
എന്താ പറയുക സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസോ ഫിസിക്കൽ ആക്ടിവിറ്റി, യോഗ, സൂംബ, അതുപോലെ തന്നെ മറ്റ് മാർഷൽ ആർട്സ് എല്ലാം തന്നെ. അപ്പോൾ ഇതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമുക്ക് കൂടെ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടെ സെഷനിൽ ഈ പറഞ്ഞ പോലെ ഓരോ കുട്ടിയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസൈൻ ചെയ്തേക്കുന്ന ട്രെയിനിങ് ഇതിലേക്ക് പോവും. പിന്നെ ഒരു കുട്ടി തന്നെ ചിലപ്പോൾ ഒന്നിലധികം ഏരിയാസിൽ, ഇപ്പോൾ മ്യൂസിക്കിലുള്ള കുട്ടി മേ ബി ഏതർ ഡാൻസിലുണ്ടാവാം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിലുണ്ടാവാം. അപ്പോൾ ആ ഏരിയയിലും റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായ സ്കെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അവരുടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. അസാപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഇവരുടെ അമ്മമാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരിഷ്മ എന്ന് പറഞ്ഞൊരു, അതിനെപ്പറ്റി ഒന്ന് മേരിക്കുട്ടി മാഡം ഒന്ന് വിശദമായിട്ട് പറയാമെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്? രാവിലെ കുട്ടികൾ വരുമ്പോൾ അവരോടൊപ്പം തന്നെ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാർ ഏതെങ്കിലും പേരൻറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ ടൈം ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റാനായിട്ട് സാറ് അമ്മമാർക്ക് പലതരം ട്രെയിനിങ്ങുകൾ പല ഏജൻസി വഴി കൊടുത്തിട്ട് ഇവിടെ കരിഷ്മ എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അവർ അതിൽ സ്റ്റിച്ചിങ്, പിന്നെ ഡെക്കറേറ്റീവ് വർക്ക്സ് ഇതെല്ലാം നടത്തിയിട്ട്, അതുപോലെ തന്നെ ക്യാൻഡിൽ മേക്കിംഗ്, ലോഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഷൻസ് ഉണ്ടാക്കുക. ഓഡിയൻസ് വരും, അവർ ആ കരിഷ്മയും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം അവർ വാങ്ങി അമ്മമാർക്കൊരു ചെറിയ ഇൻകം ഉണ്ടാക്കുന്നു. പോരാഞ്ഞിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയ ഇവിടുത്തെ 2 കഫറ്റേരിയ റൺ ചെയ്യുന്ന അവരാണ്. അതെ, ഇവിടുത്തെ 2 കഫറ്റേരിയ ഉണ്ട്, അത് 2 അമ്മമാരാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അമ്മമാർക്ക് ഒരു ചെറിയ ഇൻകം എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടൈം ഫ്രൂട്ട്ഫുള്ളായിട്ട് അവർ യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നെ അമ്മമാർക്കും ഉണ്ട് യോഗയും ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് ട്രെയിനിങ്, അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലും എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ കുറേ കാലം ഇങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടായതുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനും റീഡിങ് ആൻഡ് റൈറ്റിങ്ങിനെല്ലാം വന്ന് ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ SSLC എഴുതാൻ പോകുന്നവരുണ്ട്, +2 എഴുതാൻ പോകുന്നവരുണ്ട്, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാനുള്ള ട്രെയിനിങ് ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൊഫഷണൽസ് എല്ലാവരും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ളവരാണ്. അവരെല്ലാം വർഷം ഒരു 3-4 പ്രാവശ്യം അവർക്ക് ഈ CRE പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുകയും അവർ അപ്ഡേറ്റഡ് ആണ്. അപ്പം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാഫും അതുപോലെ തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസുമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇവിടെ ഉള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വ്യക്തികൾക്ക് ഒരു സോഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള സ്റ്റേജും അകത്തും പുറത്തും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം അവർക്ക് ലഭിക്കുന്നു. ആ അംഗീകാരം ആണ് ശരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റം. ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ അറിവിൽ ഇതുവരെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ എവിടെയും നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം അത്രമാത്രം ചേഞ്ചസ് ആണ്, മാറ്റങ്ങളാണ് നമ്മളിവിടെയുള്ള വ്യക്തികളിൽ കണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം, പലപ്പോഴും പല കുട്ടികൾക്കും കഴിവുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കിട്ടാറില്ല. പക്ഷെ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ കുട്ടികൾക്ക് വേദി ഒരുക്കുന്ന ഒരു വലിയ സംരംഭമാണ് ശരിക്കും ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം, നിങ്ങളിത് കാണണം, തിരിച്ചറിയണം, മനസ്സിലാക്കിയിട്ട് പോകണം. ഇത്രയും മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ.